കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു ഫോൺ കോളിൻ്റെ മറുതലയ്ക്കൽ ഒരു മകനാണ്. ചേച്ചി, ഈ യാത്രയ്ക്ക് എൻ്റെ അമ്മ വരികയാണെങ്കിൽ അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ? അമ്മ സന്തോഷമായിട്ടിരിക്കണം എനിക്ക് കാണാൻ പറ്റുമോ? എന്താണ് സാഹചര്യങ്ങൾ അറിയാത്തതുകൊണ്ട് മറുപടി ഒന്നും പറയാൻ സാധിച്ചില്ല എങ്കിലും അപ്പുറത്ത് നിൽക്കുന്ന ആ മകൻ്റെ ശബ്ദത്തെ എനിക്ക് പരിചിതമാണെന്ന് തോന്നി. പിന്നെ കേൾക്കാനിരുന്നു എന്താണ് ആ അമ്മയ്ക്ക് സംഭവിച്ചതെന്ന്. എല്ലാവർക്കും സംഭവിക്കുന്നത് തന്നെയാണ്. കാരണം ജനിച്ച നാൾ മുതൽ ചുറ്റുമുള്ളവരെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, അവരെ അനുസരിച്ച് അവർക്ക് വേണ്ടി ജീവിച്ച് പോയി. അമ്മയ്ക്കിപ്പോൾ സുഹൃത്തുക്കളില്ല, പിന്നെ ഭർത്താവാണ്, ഭർത്താവിന് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഭർത്താവ് മരിച്ചു പോയിരിക്കുന്നു. ആരുമില്ലാത്ത അവസ്ഥ, പറയുന്നതൊന്നും കേൾക്കാൻ ആരുമില്ലാത്ത, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേൾക്കാൻ കൊതിക്കുന്നൊരവസ്ഥ. എവിടെയോ ആ മൗനം അമ്മയുടെ സന്തോഷങ്ങളെല്ലാം ഇല്ലാതെയാക്കി. ഈ ഘട്ടത്തിലാണ് മകൻ ആലോചിക്കുന്നത് എന്താണൊരു പോംവഴി, ഒരു പക്ഷേ യാത്രയ്ക്ക് വന്നാൽ മാറ്റം വരുമോ എന്ന്. ഒരു യാത്രയ്ക്ക് വന്ന് മടങ്ങിപ്പോയാൽ മാത്രം പോരാ, ജീവിതകാലം മുഴുവനും ആ മനസ്സ് കേൾക്കാൻ, ആ ഹൃദയത്തിനോടൊപ്പം ചേർന്ന് തുടിക്കുന്ന ഒരുപാട് ഹൃദയങ്ങളുണ്ടെന്ന് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഒരു ആവശ്യകതയുണ്ട് എന്ന തിരിച്ചറിവ്. അത് ആ അമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് വേണ്ടിയും എല്ലാ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും അങ്ങനെ ഒന്ന് ഒത്തുചേരേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ്. അതാണ് സ്പന്ദ. സ്പന്ദ എന്നാൽ ശരിക്കും എന്താണ്? ഹൃദയത്തുടിപ്പിൻ്റെ ആ താളങ്ങളെ പരസ്പരം കേൾക്കുവാനാകുന്ന അവസ്ഥയാണ്. മോചിദാസ് മോക്ഷയുടെ നേതൃത്വത്തിൽ സ്പന്ദ മാർച്ച് 20, 21, 22 തീയതികളിൽ